ഹലോ ഗസ്, അപ്പോൾ ഇന്നാണ് കല്യാണം പായസിക്കാക്കാൻ്റെ. അപ്പോൾ ഞങ്ങളെല്ലാവരും സാരിയിലാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, രസമുണ്ടോ? അങ്ങനെ പിന്നെ നമ്മളിതേ വണ്ടി കയറാൻ പോകണം. ക്വാളിറ്റി കണ്ടോല്ലേ, ഇപ്പം നല്ല ലുക്ക് ആയിട്ടുണ്ട്. രാവിലത്തെ ഫുള്ള് ഹറിബറിയാണ്. ജീനിയിലാണ് പോകുന്നത്. പിന്നെ അങ്ങോട്ട് ഇതേ ബസ്സിൽ കയറാനുള്ള തിരക്കിലാണ് ഗൈസ്. നമുക്ക് സീറ്റൊന്നും കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ. ഈ കണ്ട ആൾക്കാരൊക്കെ കയറിയിട്ട് വേണം നമുക്ക് കയറാൻ. ഈ കണ്ട ബസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മയ്ക്കൊക്കെ സീറ്റ് കിട്ടി. ഞങ്ങളൊക്കെ ഇത് ഇവിടെ വയമ്പളിച്ച് നോക്കിക്കേണ്ട അവസ്ഥയാണ്. ഇതാണ് പറയണത്, ബസ് കാണുമ്പോൾ തന്നെ ചാടി കയറി ഇരിക്കണം, അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല മിസ്റ്റർ, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും. അങ്ങനെ പിന്നെ നമ്മൾ നേരത്തെ പെണ്ണിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തമ്മനത്തായിരുന്നു കേട്ടോ, പള്ളിപ്പടീൻ്റെ അവിടെയായിരുന്നു നമുക്ക് അവർ ഹോൺ എടുത്തേക്കുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളതായിരുന്നു കുറച്ച് നേരം ഈ സാരി ട്രെൻഡിങ് ഉണ്ടല്ലോ അത് കാട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോൾ സജിത്താത്താൻ്റെ ഹസ്ബൻഡാണിത്. കണ്ട വയസ്സാണ്, വയസ്സ് കിളവിയാണ്. കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട്. കണ്ട ഇതാണ് ഹസ്ബൻഡ്. അങ്ങനെ പിന്നെ നമ്മൾ റീൽ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ട്രാൻസ്മിഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് താത്തനെ നോക്കിയിരിക്കുന്ന നിൽക്കുന്നതാണ് ഇത്. പിന്നെ അവസാനം നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞങ്ങളുടെ അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിൽ പോയി അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് എന്തെല്ലാം ശ്വാസം വിളിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സന്തോഷമായി. അങ്ങനെ പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ അകത്തേക്ക് കയറാൻ പോകണം. ചെറുക്കൻ മാല ഇട്ടിട്ട് സ്വീകരിച്ചിട്ട് അങ്ങനത്തെ ചടങ്ങൊക്കെ തുടങ്ങുവാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ഫൈസിക്കാക്കാൻ്റെ കല്യാണം. അങ്ങനെ പിന്നെ നിൽക്കാൻ ഫൈനലി പിന്നെ ക്യാമറമാന്മാരെ പരിപാടിയാണല്ലോ, ഫോട്ടോഷൂട്ടും കൊടുത്ത സാധനം തന്നെ പിന്നെ രണ്ടാമത് തിരിച്ചെടുപ്പിക്കലും മറിച്ചെടുപ്പിക്കലും അതൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെ പിന്നെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് മഹർ കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവരോട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. ഇത്താത്താണ് കൊടുക്കത്ത് തള്ളും തേക്കാക ഇതോടെ ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ബിരിയാണി തിന്നലായി. വിശന്നിട്ട് വയ്യായിരുന്നു എൻ്റെ പിന്നെ. ഇന്നത്തെ ഇപ്പോഴത്തെ ചൂട് കാരണേ നമുക്ക് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ആരും ചോക്ക് പറയുന്നത് വേണ്ട. ഞങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾ എടുത്തിട്ട് എന്തായാലും ഏത് മൂടി ബിരിയാണി മൂടി. അങ്ങനെ പിന്നെ നമ്മൾ ഫൈനലി നമ്മൾ വീട്ടിൽ പോവാണ്. അപ്പോൾ വണ്ടിയിൽ പിന്നെ വന്ന് ഡാൻസായി പാട്ടായി. അങ്ങനെ പിന്നെ നമ്മൾ ഇതിലാണ് പോയത് മക്കളെ. എൻ്റെ പൊന്നെ അതിനകത്ത് ഫോണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രക്കുള്ള. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.